എല്ലാ മാസവും മുഷാവറ യോഗം നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മുഷാവറയിലും സമ്മേളനത്തിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പല പദ്ധതികളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായത് അന്താരാഷ്ട്ര പ്രചാരണ സമ്മേളനം അബുദാബിയിൽ വെച്ച് നടത്തപ്പെടുക എന്നുള്ളതാണ്. അത് ഈ വരുന്ന നവംബർ 1-നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം. അതിൻ്റെ മുമ്പായി കൊണ്ട് അവിടെ അതിനോടനുബന്ധിച്ചു കൊണ്ടുള്ളതായ പ്രചരണങ്ങളൊക്കെ നടത്തപ്പെടും. അത് മൊത്തത്തിൽ എല്ലാ അറേബ്യൻ കൺട്രിയിൽ നിന്നുള്ളതായ സംഘടനയുടെ പ്രതിനിധികളും മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമായിരിക്കും. മറ്റൊന്ന് ദേശീയ തലത്തിലുള്ള അതിൻ്റെ പ്രചരണം എന്നുള്ളത് ഡൽഹിയിൽ വെച്ച് നടത്തപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതും ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ മത നേതാക്കന്മാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമായിരിക്കും. അത് അത് നവംബർ 2-ാം ആഴ്ചയിലായിരിക്കും. അതിൻ്റെ ദിവസം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. മറ്റൊന്ന് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ നടത്തുന്ന ഒരു പ്രചരണ ശതാബ്ദി സന്ദേശയാത്ര. അത് ഡിസംബർ 19 മുതൽ 28 വരെയുള്ള തീയതികളിലാണ്. 18 അതിൻ്റെ പതാക കൈമാറ്റം നടത്തപ്പെടും. 19 മുതൽ കന്യാകുമാരി വെച്ച് യാത്ര ആരംഭിക്കും. ഓരോ ജില്ലയിലും ഓരോ പ്രധാന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓരോ സ്വീകരണം. മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്ത് വെച്ചുകൊണ്ടും സ്വീകരണം നടത്തപ്പെടും. 28-ന് അത് അവസാനിക്കുകയും ചെയ്യും. അതെ, അത് പറഞ്ഞില്ല. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ശതാബ്ദി സന്ദേശയാത്ര ഡിസംബർ 19-നാണ് അതിൻ്റെ ആരംഭം. 28-ന് അതിൻ്റെ അവസാനം. 19-ന് 19-ന് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങും, തമിഴ്നാട് തുടങ്ങും. അത് 28-ന് പിന്നെ കർണാടകയിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കപ്പെടും. മംഗലാപുരത്തെച്ചുകൊണ്ട്. പിന്നെ അവിടെ സമ്മേളനത്തിൽ 33,313 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ആ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നീട് വിവരിക്കപ്പെടും. ഒരു വലിയ ക്യാമ്പ് 4 ദിവസം അവിടെ നടത്തപ്പെടും. പിന്നെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്ലോബൽ എക്സ്പോ അതും അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടും. അത് ഏതാ തീയതി? തീയതി പറഞ്ഞില്ല. അതിൻ്റെ തീയതി പറഞ്ഞെടുക്കും. അത് എന്നാണ് അതിൻ്റെ തീയതി? ഡിസംബർ 1 മുതൽ ഫെബ്രുവരി 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ആണ് ഈ ഗ്ലോബൽ എക്സ്പോ നടത്തുന്നത്. പിന്നെ പ്രത്യേക പോയി ഫണ്ട് ധനസമാഹരണം ഉണ്ടായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ശക്തമായി പ്രതിഷേധിച്ചു കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഗസയിലും അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നതും ഇന്നലെ ഖത്തറിൽ നടത്തപ്പെട്ട ആക്രമണത്തിനെയും പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമാവുന്നതായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു പ്രമേയം ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയും പീഡിത അനുഭവിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സമാധാനം പുലർന്നു കാണുന്നതിന് വേണ്ടി ഈ വരുന്ന 12-ന് എല്ലാ പള്ളികളിൽ വെച്ചുകൊണ്ട് പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥന നടത്താനും മറ്റ് കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് മറ്റൊന്ന്. അതും ഈ യോഗം തീരുമാനിച്ച മറ്റൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഞങ്ങളെ സമസ്തനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ചെയ്യണ ഏതെങ്കിലും പണികളുണ്ടല്ലോ, അതായത് MLA-മാരും പിന്നെ MP-മാരെന്ന് മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിചയമൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായി? അതതിനെ പറ്റി പറയാനുള്ളൂ. അല്ല, അത് സമസ്തൻ്റെ പ്രസ്താവനയില്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരെ ജീവിതത്തിലുണ്ടാവുന്ന
ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് ഇപ്പം പിന്നെ പരിശോധിച്ചെടുക്കുന്ന പണിയല്ലല്ലോ നമ്മൾക്ക്. അല്ല, അതിപ്പോൾ അതിൻ്റെ മൂപ്പരോട് അതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യമാണ്, നമ്മളോടല്ല അത് ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ. എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം? അതങ്ങനെ പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ. അതിനൊക്കെ നമ്മൾ മറുപടി, ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞില്ലേ. അല്ലാതെ അവരോട് ചോദിക്കണത് എങ്ങനെ മൂപ്പർ ഏത് അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പം ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. നമ്മൾ മൊത്തത്തിൽ അതിനുള്ള ഇത് പറഞ്ഞില്ലേ. സമസ്തനോടിൻ്റെ നയം ഞങ്ങൾ പറഞ്ഞല്ലോ. ഇസ്ലാമിന് അല്ല, അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, നമ്മളോടല്ലേ. നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ പറയണത്. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. മുശാവറ സമ്മേളനം നടത്തിയതിന് ശേഷമുള്ള മുശാവറയുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് ഇവിടെ നമ്മൾ പത്രക്കാരോട് പറയുന്നത്, ചാനലുകാരോട് പറയുന്നത്. അത് ചർച്ച ചെയ്യുകയോ അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞല്ലോ. അടക്കം പല സമയത്തും മുശാവറ യോഗങ്ങളിലും പത്രങ്ങളുടെ കാണുമ്പോഴേക്ക് പറയാറുണ്ട്, പണ്ഡിതർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ഈ മുശാവറ പണ്ഡിതരിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഗൗരവം അത് ചർച്ച ചെയ്യുന്നതല്ലേ. സമസ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തൻ്റെ വ്യക്തമായ നയം തന്നെ അതാണല്ലോ. നമ്മൾ ആളുകൾ വ്യക്തികൾക്ക് ഉണ്ടാവണ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാവണ എന്തെങ്കിലും അവരെ സ്വകാര്യ ജീവിതത്തിലോ മറ്റും ഉണ്ടാവണ ആ ദോഷങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ പരിശോധിക്കലല്ല നമ്മളെ പണി. ഇത് അതൊന്നും ഞങ്ങൾ പറഞ്ഞു, അയാൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ. സമസ്ത അല്ല, അത് സമസ്തൻ്റെ നയമല്ല, ഇസ്ലാമിൻ്റെ നയം തന്നെ അതല്ലേ. അങ്ങനെ അതിപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ എല്ലാവരും പറയണത് അതൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കണ്ട. ആരെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പലർക്കും പലതും പറയാൻ ആരെങ്കിലും അല്ല പറഞ്ഞ ആളുണ്ടല്ലോ. അതെ, സമസ്ത മറുപടി ഇപ്പം നിങ്ങളോട് നൽകിയല്ലോ, സമസ്തനായതല്ല എന്നുള്ളത്. പിന്നെന്തിനെങ്ങനെ ചോദിക്കണം? മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സമസ്തനായതല്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? പിന്നെന്താ നിങ്ങൾ അതാ അതിൻ്റെ പശ്ചാത്തലം അയാളോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. വലിയ മുതിർന്ന അംഗമാണല്ലോ, അപ്പോൾ അവരോട് നിങ്ങൾ ചോദിക്കാമല്ലോ. വെറുതെ നമ്മളെന്തിനാ വെറുതെ അതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണേ? സമസ്ത അങ്ങനത്തെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തന്റെ നമ്മളെ ഇസ്ലാമിന്റെ നയം തന്നെ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ ആളുകളെ എല്ലാവരും തെറ്റുകൾ നോക്കിയാണ്. ഇപ്പോൾ ഒരാൾ വ്യഭിചരിച്ചു, റസൂലിനോട് ഒന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചു. റസൂൽ പറഞ്ഞാൽ എന്താ, ഈ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, നീ കൂട്ടി പിടിച്ചതാണ് ഈ കാരണം. പിന്നെയും പറഞ്ഞു അല്ലെങ്കിൽ വ്യഭിചരിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഒരാളെ തെറ്റുകൾ ഇങ്ങനെ പഴുതുകൾ ഇങ്ങനെ ഉണ്ടായി നോക്കിക്കാണ്ട് ഒരു സ്ത്രീ പുരുഷനാണ് വർത്തമാനം, എന്നാൽ അവർ വർത്തമാനം പറഞ്ഞാൽ പാടി വെക്കുക, എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളെ പണിയല്ല അതോട് കഴിഞ്ഞല്ലോ. അതൊന്നും ഞങ്ങളല്ലല്ലോ പറയേണ്ടത് നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ പണ്ഡിതനാണെന്ന്. അപ്പം അയാൾക്കറിയില്ല. എങ്ങനെ? അതൊക്കെ പുരോഗതി ഉണ്ട്. അതൊക്കെ നല്ല ഐക്യത്തോടു കൂടി നീങ്ങി പോകാനാണ് എല്ലാ തീരുമാനം. പറയുന്നതിലൊന്നുമില്ല. എവിടെ വരെ എത്തിയെന്ന് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പൂർണ്ണമാകുമ്പോൾ നിങ്ങളോട് പറയും. ഇപ്പം എവിടെ വരെ എത്തി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്നെ പറയണ്ട. ഈ 9 ആവശ്യങ്ങൾ മാത്രമല്ല, വേറെ പഴയ സംഗതികളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യത്തോടുകൂടി പോകുക എന്നുള്ള ഒരു നയമാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, പരിഹരിക്കപ്പെട്ടിട്ടില്ല. പരിഹരിക്കപ്പെട്ടാൽ പരിഹരിക്കപ്പെട്ടു എന്ന് പറയില്ല. അത് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തന്നെ ഒരു സംഗതിനെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യാണ്ടാവുമല്ലോ. അതൊക്കെ ചർച്ച ചെയ്ത് നല്ലവർക്ക്. ഇവിടെ ആരും തമ്മിൽ എതിർപ്പൊന്നുമില്ല. ഇവിടെ മുസ്ലിം ലീഗും സമസ്ത തമ്മിൽ വലിയ എതിർപ്പുണ്ടോ? ഇല്ല. സമസ്തയിലുള്ള ആളുകൾ തമ്മിൽ എതിർപ്പുണ്ടോ? വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ചർച്ച ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണല്ലേ മനുഷ്യരാകുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചയും സജീവമായിട്ട് പങ്കെടുക്കും. ചിലർ ശബ്ദം തന്നെ വളരെ ഉച്ചയുള്ള ശബ്ദമാണ് ഇക്കാരം, ചിലർ വളരെ പതുങ്ങിയ ശബ്ദമാണ് ഇക്കാരം. ഇതൊക്കെ തർക്കമല്ലല്ലോ. എന്നതുപോലെ പല വിഷയങ്ങളെ സംബന്ധിച്ച് തർക്കം ഉണ്ടാവും. ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതിന് പറ്റുന്ന നേതൃത്വമാണ് സമസ്തകളുടെ ജമീയത്തുൽ ഉലമക്കുള്ളത്.
waytonikah.com, the exclusive Muslim matrimonial site.